നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല നേരിയതായി മുറിച്ചെടുക്കാം. കുട്ടികൾക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പഴം പൊരിച്ചതാണ്. എണ്ണയിലൊന്നും ഇട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല. നെയ്യിൽ വാട്ടിയെടുത്ത് ഇതിൽ ഫില്ലിങ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമുക്ക് ഈ പഴങ്ങളെല്ലാം വാട്ടിയെടുക്കാം. എല്ലാം നല്ലപോലെ വാട്ടിയെടുത്ത് റെഡിയാക്കാം. അങ്ങനെ തിരിച്ചിട്ട് മറ്റേ ഭാഗവും പൊരിച്ചെടുത്ത് റെഡിയാക്കാം. അങ്ങനെ പഴങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലുള്ള ഫില്ലിങ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, വിട്ടുപോയി. അത് ഞാൻ തേങ്ങയും പഞ്ചസാരയും നല്ലപോലെ വഴറ്റിയെടുത്തതാണ്, വിളയിച്ചെടുത്തതാണ്. അങ്ങനെ ഈ പഴങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിന് നടുവിലായി ഫില്ലിങ് വെച്ച് ഇങ്ങനെ മടക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ എല്ലാം റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് റെഡിയാക്കാം. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ് തേങ്ങ പണ്ടം ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചുരുട്ടെടുത്താൽ മതി. ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയതാണ്. അങ്ങനെ ഇതൊരു തൊപ്പിക്കും കുത്തി കൊടുത്ത് റെഡിയാക്കാം. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.